ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മൾക്ക് ഒരുപാട് ദിവസമായിട്ടോ ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്, അപ്പോൾ ചെറിയൊരു ലോങ് വീഡിയോ ആവാമെന്ന് വിചാരിച്ചു പാലക്കാട് വരെ പോവാണ് കേട്ടോ. മോനൂന് PSC പരീക്ഷയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനിയും കൂട്ടിയിട്ട് അങ്ങനെ പോകും. മോനും ആയാലും കുഞ്ഞാനും ആയാലും പോലെ എല്ലാവരും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോകുന്ന സ്ഥലത്ത് നമ്മൾ കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ നമ്മളെ കൊണ്ടുപോകും കേട്ടോ. അതിന് മടിയും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല. നമ്മൾ അതേ വൈബുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂട്ടുകാരന്മാരെങ്ങനെ പോകണോ അതുപോലെ തന്നെ കേട്ടോ ഞങ്ങൾ പോവുക. സ്കൂൾ പാലക്കാട്ടിൽ നിന്നും കുറച്ച് പോകേണ്ടിയിരുന്നു. അപ്പം അങ്ങനെ സ്കൂളിലെത്തി ഞാനത് ഒരു ഓട്ടോയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ആൾ 1 മണിക്കൂറേ പരീക്ഷയുള്ളൂ എന്ന് പറഞ്ഞ് പോയതാണ് കേട്ടോ. പിന്നെ 2-2.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളതേ എക്സാമോ കഴിഞ്ഞോ പുറത്തിറങ്ങി ഞങ്ങൾ നേരെ തിരിച്ച് പോകാൻ കേട്ടോ. വേറൊരു പരിപാടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. നേരെ പരീക്ഷയ്ക്ക് വന്ന് അവിടെ നിന്ന് പോകാമെന്ന് മാത്രമേ പ്ലാൻ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങളൊരു പമ്പിൽ കയറിയിട്ട് മുഖം കഴുകാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ കണ്ടതാണ് ഈ ഒരു കാഴ്ച കേട്ടോ. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. കണ്ടിട്ട് മനസ്സിലായവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. കുഞ്ഞു കുട്ടികൾ എന്തിൻ്റെ ആണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് വീണ്ടും തിരിച്ചിട്ടോ. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. കാരണം 4 മണി ആ ഒരു ടൈമൊക്കെ ആയിരുന്നു കേട്ടോ. തിരിച്ചു പോരുന്ന വഴി മോനെ എവിടെയെങ്കിലും പോകണമെന്ന് ചോദിച്ചിട്ടോ. അപ്പോൾ ഞാൻ അവിടെ അടുത്ത് എന്തൊക്കെയുള്ളതെന്നൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഓൻ പറഞ്ഞു പാലക്കാട് നമ്മളെ മലമ്പുഴ അടുത്താണ്, അപ്പോൾ ഏകദേശം ഒരു 4 കിലോമീറ്ററോളം നമുക്ക് അവിടെ പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അവിടെ ജസ്റ്റ് ഒരു പാലം പോലെ ഒരു സംഭവം കണ്ടപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. മോനോ കയറി ഒരു വീഡിയോ ഒക്കെ എടുത്തു, ഞാൻ 1-2 ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചായയും വടയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ചായ കുടിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായില്ല, വട മാത്രം കഴിച്ചു കേട്ടോ. പിന്നെ നേരെ നമ്മൾ മലമ്പുഴ എത്തിയിട്ട് ഞങ്ങളൊരു ചെറിയൊരു പൊട്ടത്തരം കാണിച്ചു കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പാർക്കിൻ്റെ ഉള്ളിലേക്ക് ആദ്യം കയറാതെ നമ്മൾ റോപ്പിൽ കയറാൻ വേണ്ടിയിട്ട് വന്നിട്ടു. റോപ്പിൽ വന്ന ടൈമിലാണെങ്കിൽ എൻ്റെ പൊന്നു ഒടുക്കത്തെ തിരക്ക് കേട്ടോ. പിന്നെ നമ്മൾ ഒരു 4-5 മണിയാകുമ്പോഴത്തേക്ക് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇരുട്ടാണ് വരെ നമുക്ക് റോപ്പിൽ കയറാൻ വേണ്ടിയിട്ട് പറ്റില്ല. നല്ല ഇരുട്ടായിട്ടാണ് നമുക്ക് തിരക്കൊക്കെ ഒഴിഞ്ഞ റോപ്പിലേക്ക് എത്തിയത് കേട്ടോ. അങ്ങനെ ദേ ഞങ്ങൾ കയറിയിട്ടുണ്ട്. നല്ല അടിപൊളി വൈബ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതിൽ കയറുന്നത്. മലമ്പുഴ ഞാൻ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ റോപ്പിൽ ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്. വേറെ എവിടെ പോയിട്ടും കയറിയിട്ടില്ല. നല്ല അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. പക്ഷേ രാത്രിയായപ്പോൾ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു. പകലായിരുന്നെങ്കിൽ ഒന്നും കൂടിയും വീഡിയോ എടുക്കായിരുന്നു എന്ന് തോന്നി. ഞങ്ങൾ റോപ്പിൽ കയറി ഇറങ്ങാൻ നേരം വൈകിയതുകൊണ്ട് തന്നെ പാർക്കിൻ്റെ ഉള്ളിൽ പിന്നെ കയറിയില്ല കേട്ടോ. പക്ഷേ എന്നാലും നമ്മൾ പാർക്കിൻ്റെ അകത്തോട്ട് കയറിയില്ലെങ്കിൽ അതിൻ്റെ പുറത്ത് കച്ചവടവും കാര്യങ്ങളും ഫുള്ള് സെറ്റാണ്. നല്ല തിരക്കുണ്ടായിരുന്നു. സ്കൂൾ കുട്ടികളാണ് കേട്ടോ. അതുപോലെ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോ എടുത്തതാണ് മോനു. നല്ല തിരക്കുള്ളൊരു ദിവസം തന്നെ ആയിരുന്നു. ശനിയാഴ്ചയായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നിരിക്കാം കുട്ടികളെ തിരക്കായിരുന്നു കൂടുതലും. ഫുള്ള് സ്കൂൾ ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് 1-2 സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മോനു സ്പെഷ്യലായിട്ടൊരു സാധനം വാങ്ങി തരാമെന്നും പറഞ്ഞിട്ട് നമ്മളെ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ളൊരു കടയിൽ കൊണ്ടുപോയതാണ് കേട്ടോ. കൊത്തുപൊറാട്ടയും ഫ്രൈഡ് റൈസൊക്കെയാണ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. കൊത്തുപൊറാട്ട അവിടുത്തെ അടിപൊളിയാന്നിട്ട് കൊണ്ടുപോയതാണ് കേട്ടോ. പക്ഷെ ഞങ്ങൾ ചെന്നപ്പോൾ എന്തോ അത്ര കണ്ട് അടിപൊളിയായിരുന്നില്ല. പിന്നെ നല്ല മഴയുണ്ടായിരുന്നു. ഫുഡ് കഴിച്ച് ഇറങ്ങുന്ന ടൈമിലാണ് കേട്ടോ മഴ. അപ്പം മഴ കണ്ടപ്പോൾ ചായയും കൂടിയും കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ മഴയിൽ തന്നെ ഞങ്ങൾ രണ്ടും തിരിച്ചു പോകുന്നു കേട്ടോ. ഈ ദിവസം തന്നെ കോട്ടാപ്പാടത്ത് സ്കൂളിൽ വെച്ചിട്ട് ഗാനമേള ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ മഴ കാരണം അതെങ്കിലും മുടങ്ങിപ്പോയി. ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും സംഭവം അത് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം ഞങ്ങൾക്ക് അതിൽ കൂടാനും പറ്റിട്ടോ. പിന്നെ പിറ്റേ ദിവസം നമ്മൾ മാൽക്കുന്നിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ സൽക്കാരം ഉണ്ടായിരുന്നു. നമുക്ക് 2 കപ്പിൾസിനെ വിരുന്ന് വിളിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഞാനിതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ താഴെ കൊടുക്കാം. അപ്പോൾ നമ്മൾക്ക് ഫുഡ് ഐറ്റം മന്തി ഉണ്ടായിരുന്നു, ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു, പായസം, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കപ്പിൾസൊക്കെ നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പോയി. 2 ആളും നമ്മളെ ഫാമിലി തന്നെയാണ് കേട്ടോ. പിന്നെ ഒരാൾ മോനിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും കൂടി ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് പോകുന്നു കേട്ടോ. ഞങ്ങൾ കുറേ നേരം നിന്നിട്ടുണ്ടായില്ല. നാത്തൂൻ്റെ കുട്ടി ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ. പിന്നെ ഞങ്ങൾ വന്നിട്ട് നാത്തൂനും മോളൊക്കെ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് മഴ കാരണം മുടങ്ങിപ്പോയ ഗാനമേള വീണ്ടും തിങ്കളാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു. ഞായറാഴ്ച അവർക്ക് വേറെ എവിടെ പ്രോഗ്രാം ഉണ്ടെന്നുണ്ട്. അങ്ങനെ തിങ്കളാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു. കോട്ടോപ്പാടത്ത് നമ്മളെ സ്കൂളിൽ വെച്ചിട്ട് തന്നെയായിരുന്നു പരിപാടിയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഫിയോറന്റീന ക്ലബിൻ്റെ വാർഷികാഘോഷമാണ് കേട്ടോ. അപ്പോൾ അത് വർഷം നല്ല അടിപൊളിയായിട്ട് തന്നെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. പ്രാവശ്യം വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. മഴ കാരണം ഒരു ദിവസം മുടങ്ങി. അങ്ങനെ തോറ്റു കൊടുക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ മഴ വന്നു കഴിഞ്ഞാലും പാടുന്നുണ്ടോ. തിങ്കളാഴ്ച പ്രോഗ്രാം വെച്ചിട്ടുണ്ടായിരുന്നു. ശനിയാഴ്ച നമുക്ക് പ്രോഗ്രാമിന് കുട്ടികളുടെ പരിപാടി, ഒപ്പന കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് പരിപാടി ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അപ്പോൾ എത്താൻ പറ്റാത്തതുകൊണ്ട് തന്നെ വീഡിയോ ഇല്ല കേട്ടോ. പിന്നെ തിങ്കളാഴ്ച വെറും നമ്മൾ ഗാനമേളക്കാരുടെ പ്രോഗ്രാം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ തുടങ്ങിയത് മുതൽ കഴിയുന്നവരെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം നല്ല അടിപൊളി പാട്ടുകളായിരുന്നു കേട്ടോ. പുതിയ പാട്ടുകൾ, പഴയ പാട്ടുകൾ, മാപ്പിള സോങ്സ്, അങ്ങനെ എല്ലാ ഐറ്റം മിക്സഡ് ആയിട്ടുള്ള പാട്ടുകൾ ഫുൾ അടിപൊളിയായിരുന്നു. നമുക്ക് പാടാനറിയില്ലെങ്കിലും പാടണ കേൾക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. എനിക്ക് പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം കഴിഞ്ഞ് കലാശക്കൊട്ട് ടൈമിൽ സ്റ്റേജിൽ കയറിയിട്ട് നിഷാക്കിയും ഫ്രണ്ട്സ് എല്ലാവരും നല്ല അടിപൊളി ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പാട്ട് ഞാൻ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ അന്നത്തെ ദിവസം ഞങ്ങൾ അടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളൊരു ലോങ് വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. ടാറ്റാ.